പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമായി നടക്കുകയാണെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് മാധ്യമപ്രവർത്തകരുമായി കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ റോയ് CJ ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്നെ വളരെയധികം നഷ്ടവും സങ്കടവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായി. ഒരു പെട്ടെന്നുള്ള വിയോഗം അത് ഒരിക്കലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കമ്പനി എന്ന നിലയിൽ. കാരണം അദ്ദേഹം വലിയൊരു മോട്ടിവേറ്ററായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം ഒരു വലിയൊരു ബ്രാൻഡ് ബിൽഡറായിരുന്നു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 3 ലക്ഷം 40 ലക്ഷം വരെ ഫോളോവേഴ്സ് ഉള്ള ഇതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സെലിബ്രേറ്റ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ. സെലിബ്രേറ്റ്, എന്നായാലും സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് സന്തോഷിക്കാനും ഉല്ലാസിക്കാനുമാണ്, അല്ലാതെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നുള്ള ഒരു തിയറിയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുകൂടി 20 വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഈ പ്രസ് മീറ്റിൻ്റെ പ്രധാന ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ മിക്ക കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. എന്നെ ഇന്ന് തന്നെ 3 പ്രാവശ്യം ബാംഗ്ലൂർ DCP നേരിട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു വിധത്തിലും നിങ്ങൾ പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന ഒരു കാര്യം പറയാൻ പാടില്ല, പറഞ്ഞാൽ they will summon me. അങ്ങനെയുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. ഈ സമൻസ് വരും, എനിക്ക് വരും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ റീസണബിളായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള സെർച്ചിന്റെ കാര്യമാണ്. ഇൻകം ടാക്സ് നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നതുപോലെ എല്ലാ 6 വർഷം 7 വർഷമെത്തി അല്ലെങ്കിൽ 8 വർഷം ഒരു പ്രാവശ്യം ഇൻകം ടാക്സ് സെർച്ച് നടത്താറുണ്ട്. അത് അവരുടെ റുട്ടീൻ കാര്യമാണ്. അങ്ങനെയാണ്, റുട്ടീൻ കാര്യമാണ്. 2016 കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇതേപോലെ തന്നെ സെർച്ച് ഉണ്ടായിരുന്നു. ഈ 2025 ഉണ്ടായ സെർച്ചിൽ നമ്മൾ മാത്രമല്ല, മറ്റു 2-3 ബിൽഡേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലീഡിങ് ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു നോർമൽ പ്രക്രിയയാണെന്ന് ഞാൻ പറയുള്ളൂ, അല്ലാതെ ഇതൊരു വലിയൊരു ഒഫൻസ് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് ചെയ്തതല്ല. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അതില് നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ തന്നെ ഇവിടെ 5 ദിവസം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അവർ പറയുന്ന ടൈമിൽ, നമ്മളുടെ റുട്ടീൻ ടൈമിൽ തന്നെ 8:30 ആകുമ്പോൾ വരും, വൈകുന്നേരം 9 മണിയാകുമ്പോൾ പോവും. ഈവൻ എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളുണ്ടായപ്പോഴും അവർ എന്നെ വിട്ടു, സൺഡേസിലെല്ലാം എന്നെ വിട്ടു. അപ്പോൾ അതുപോലെ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്, അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല.
ഇത് തന്നെയാണ് ബാംഗ്ലൂരും നടന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പല പല മീഡിയയിലൂടെ പല പല യൂട്യൂബേഴ്സിലൂടെ, കൂടുതലും യൂട്യൂബേഴ്സ്, നല്ല യൂട്യൂബേഴ്സും ഉണ്ട്, മോശമായി കാണിക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, നമ്മൾക്കറിയാലോ. അപ്പോൾ ഈ പല വിരലെണ്ണാവുന്ന യൂട്യൂബേഴ്സ് ഈ റെയ്ഡിനെ കുറിച്ചും അതുപോലെ കമ്പനിയെ കുറിച്ചും, പ്രത്യേകിച്ച് മരിച്ചുപോയ ചെയർമാനെ കുറിച്ചും വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രസ് മീറ്റ് നടത്താം എന്ന് തീരുമാനിച്ചത്. പലരെയും വ്യക്തിപരമായിട്ടെല്ലാം അതിൽ അവർ അധിക്ഷേപിച്ചും ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ, അതായത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊരു നല്ലൊരു പത്രപ്രവർത്തനമാണോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും അതിനെ അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾക്ക് അതിന് എതിരായിട്ട് നിൽക്കാനോ അതിനെതിരെ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല. പിന്നെ നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ, അവർക്കെല്ലാം ഇത് മനസ്സിലാവും. പലരും ധാരാളം പേര് എനിക്ക് വാട്സപ്പ് അയക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പല മീഡിയക്കാരും, പല മെയിൻ സ്ട്രീം മീഡിയക്കാരും എല്ലാം എന്നെ വിളിച്ചിരുന്നു. ബട്ട് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അവരുടെ വേറെ പല മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് എല്ലാം ഇതിൽ പറഞ്ഞിരുന്നത് കമ്പനിയിലെ ED റെയ്ഡാണ്. അത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് മാറി. പിന്നെ അവർ പറയുന്നത് PMLA ആണ്, ഫെമയാണ്, അതുപോലെ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കോലാഹലം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങളും ഇത് ഈ പ്രസ് മീറ്റ് ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏജൻസിയും കമ്പനിയിൽ വന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. റൂട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷനാണ്. ഇതുപോലെ GST നടക്കാറുണ്ട്. 2 വർഷം മുമ്പ് GST ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും GST അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും. പൊതുവെ എന്താ പറയുക, തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ED അല്ലെങ്കിൽ PMLA മറ്റൊന്നും ജനങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്കൊരു 16,500 ക്ലയൻസ് ഉണ്ട്. ഇവരെല്ലാം അവരുടെ ഹാർഡ് ഏൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു. അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊരിക്കലും പറ്റിക്കപ്പെടില്ല. കാരണം ഇവിടെ 2026 ഓഗസ്റ്റ് 1-ാം തീയതി കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടെ ₹1 കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ്. ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തി കൊടുക്കുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പിള്. അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ഈ കമ്പനി കള്ളക്കടത്തും ബിനാമിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട്
പല മീഡിയകളും, പല മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമില്ല, ഇത് ഇവിടെയുള്ള ആൾക്കാരല്ല, യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. ഈ കമ്പനിയിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ചെയർമാൻ, അദ്ദേഹത്തെ ഞാൻ അതിൽ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, സ്കാവഞ്ചേഴ്സ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊരു എന്തെന്നാ പറയാൻ, ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അതൊരു വളരെ മ്ലേച്ഛകരമായ കാര്യമായിരുന്നു. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങള് ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയാ, വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടില് എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്, എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത്, ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത്. അതല്ലല്ലോ അതിൻ്റെ കാര്യം. ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നഗ്നസത്യം. കാരണം ഞാനിവിടെ 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10-12 വർഷമായിട്ട് ഞാൻ MD ആയിട്ട് ജോലി ചെയ്യുന്നു, MD ആയിട്ടിരിക്കുന്നു. 2012 തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സഹ ഡയറക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഓരോ കാര്യം ചെയർമാൻ ഇടപെടാറില്ല. ഇത് സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും, അത് തിരിച്ചു കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ല എന്നത് സത്യമായ കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയില് ഒരു ന്യൂസ് വന്നിരുന്നു. മനോരമ പ്രിന്റ് മീഡിയ അല്ലേ, അവരുടെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ, ഇത് രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാള്, മന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ മഹത് വ്യക്തി പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെന്റ് എടുത്തു, അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെന്റ് എടുത്തു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ട് പറഞ്ഞു പോയത് എനിക്ക്. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു, ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങള് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് മേടിച്ച് പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും
അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തത്. അങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ, മാക്സിമം 20 ലക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ നമ്മൾക്ക് കാശ് കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് ഗ്രൂപ്പില്ല. സീറോ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി സീറോ ഡെറ്റ് ആണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ബട്ട് നമ്മുടെ ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രിൻസിപ്പൾ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഡെയിലി അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ചെയർമാനായിരുന്നാലും അദ്ദേഹവും 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാനായാലും അങ്ങനെ തന്നെ ഇവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ നല്ലൊരു ഹാർഡാണ്. അല്ലാതെ വെറുതെ ചെയർമാന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവും. അത് ഇതിന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ് ഇല്ലാതെ, ഒരു ബ്രാൻഡ് ഇല്ലാതെ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയെ പോലെ പോയാൽ നമ്മൾ ബിസിനസ് നടത്താൻ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഇതൊന്നും ഫേക്കായിട്ട് ചെയ്തിട്ടുള്ളതല്ല. ഒന്നും ഫേക്കല്ല, എല്ലാം റിയാലിറ്റിയാണ് അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചെയർമാൻ തന്നെ പറയാറുണ്ട്, ഈ കമ്പനിയിൽ 2 മണിക്കൂറിലെ സീനിയർ മാനേജ്മെന്റ് ഇല്ലാത്ത സമയമുള്ളൂ 24 മണിക്കൂറുകളിൽ. ചെയർമാൻ രാത്രി കിടക്കുന്ന 2 മണിക്കായിരിക്കും. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും. ആ 2 മണിക്കൂറല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു വോയിഡ് സ്പേസ് ഇല്ല എന്നുള്ള സത്യം. അത് ഇദ്ദേഹം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയും വെച്ച് പുലർത്തുന്ന കമ്പനിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. എനിക്ക് എൻ്റെ ക്ലയൻസിനോട് പറയാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം മരിച്ചത്. ഞായറാഴ്ച ഫ്യൂണറൽ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാ സൈറ്റുകളും ഫുൾ സ്വിങ്ങിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ദിവസങ്ങളിൽ എല്ലാവരും ബാംഗ്ലൂർ വരേണ്ടതെന്നുകൊണ്ട് അങ്ങനെ നടന്നു. എല്ലാ വർക്കുകളും ഫുൾ സ്വിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തില് പ്രോജക്റ്റുകളും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾക്കുള്ളതാണ്. ഇവിടെ വേറെ ചെയർമാന്റെ മരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഡിലേ ആക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇത് പ്യൂർലി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെയും ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻസിനൊന്നും ഒരിക്കലും അവരുടെ ആ ആശങ്കകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നു. ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ചെയർമാനാണ് നോക്കിയിരുന്നത്. ആ ഒരു പുള്ളിയുടെ വിയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷെ അവിടെ അപ്പാർട്ട്മെന്റുകളെല്ലാം അദ്ദേഹം പ്രോജക്റ്റുകളെല്ലാം തീർത്തു. 2 ടവറിന്റെ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു 2 മാസത്തോട് തീർന്ന് അതെല്ലാം തീർന്നു. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, MD നിങ്ങൾ ഇത് നിർത്തുകൂടി, എന്നിട്ടൊരു മാസ്റ്റർ ഡെവലപ്പർ ആവും, സ്ഥലം മേടിക്കും, ജോയിന്റ് ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്.
നമ്മളല്ല. അപ്പം അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഒരാൾക്കും ഇതിനെക്കുറിച്ച് ആവലാതി വേണ്ട എന്ന് പറയുന്നു. പിന്നത്തെ പോയിന്റ്, ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. കുറച്ച് പോയിന്റ് ഒക്കെ എഴുതിയാൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കമ്പനി ഇവിടെ കേരളത്തിൽ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. അതിലിപ്പോ 8 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 12-ാം തീയതി കമ്പനിയുടെ 20ാമത്തെ ആനിവേഴ്സറിയാണ്. ആ ദിവസം ഞാൻ 2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ 2 ദിവസം കഴിഞ്ഞ് 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ഉള്ളത് കൊണ്ട് അത് ഞാൻ 14-ാം തീയതിക്ക് മാറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പല ബിൽഡേഴ്സും വടികൊടുത്തിട്ട് ഇവിടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഡിമോണിറ്റേഷൻ ഉണ്ടായപ്പോൾ പലരും സ്ലോ ചെയ്തു. അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാരെല്ലാം സ്ലോ ചെയ്തു. ഞാനിത് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, പക്ഷെ നമ്മൾക്ക് അത് നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് പോയിക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിൽ. ഒരു വിധത്തിലും ഒരു കാരണവശാലും നമ്മൾ സ്ലോ ചെയ്തില്ല. ഇനി വേറൊരു സത്യം ഞാൻ പറയാം. കോവിഡിന് ഇന്ത്യ മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുമ്പോൾ ലോകവും തന്നെ ഷട്ട് ഡൗൺ ആയിരുന്നു. ആ ഒരു മാസം കോൺഫിഡൻസ് ഗ്രൂപ്പ് 16 കോടി രൂപയുടെ സെയിൽസ് എടുത്തു എന്നുള്ള സത്യം. 16 കോടി രൂപയുടെ. കൊറോണ സമയം കഴിഞ്ഞു. മന്ത്ലി സാലറി എല്ലാവർക്കും അതേ ഡേറ്റിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ കൊറോണയുടെ ഇത്തരം രീതിയിൽ ഫിനാൻസ് എല്ലാ ബിസിനസ് മേഖലയിലും തകർത്തപ്പോഴും നമ്മളിവിടെ ബോണസ് വരെ കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് clients, towards staff, towards everybody. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഒരു റിയാലിറ്റി ഷോകളൊക്കെ കൊണ്ടുവന്നു. അതിനെല്ലാം എങ്ങനെ നാടിന് അനുഗ്രഹമായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൈസ മുടക്കി. ഓഫ് കോഴ്സ് ബ്രാൻഡിങ്ങിന് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പൈസ മുടക്കാൻ താല്പര്യം അതിനുള്ള മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ വോൾച്ചേഴ്സിനെ പോലെ തിന്നണം ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും അതുപോലുള്ള മാധ്യമക്കാരും. നിങ്ങളല്ല കേട്ടോ, സോറി, 100 യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ 3-4 പേരേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. മുഖ്യധാര മീഡിയ എല്ലാം ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. അത് നിങ്ങൾ നല്ല രീതിയിൽ എടുത്ത് ചെയ്യുക. കാരണം ഞങ്ങളുടെ ക്ലയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ വഴിയേ എത്താൻ പറ്റും. ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടു. അതിലും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നി. ചെയർമാൻ ബാംഗ്ലൂർ ഒരു വീട് വെക്കുന്നുണ്ട്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പാലസാണ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പാലസ്. അത് അദ്ദേഹം വയ്ക്കുന്ന വീട് എനിക്കറിയാവുന്നതാണ്. 25-30 വർഷം മുമ്പ് വാങ്ങിച്ച, 35-40 വർഷം പഴക്കമുള്ള അന്നത്തെ അല്ല, ഒരു 10 വർഷം 15 വർഷം പഴക്കമുള്ളത്. ഇപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് 25 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അത് ഡിമോളിഷ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ പണിയുന്നു. 12 സെന്റിന്റെ അത് കോർമംഗലിലാണ് ആ വീട്. ഈ 12 സെന്റിൽ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാമാണ് ഇവിടുത്തെ നമ്മളുടെ പല നെഗറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന
യൂട്യൂബേഴ്സും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാം, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോഴും മുഖ്യധാരയിലുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മളതൊരു കൾച്ചറായിട്ട് എടുക്കുക. ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ എല്ലാം നമ്മൾ പുറത്താക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ യൂട്യൂബേഴ്സിനും കേട്ടാൻ പാടുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങളെ ആ ഒരു കൾച്ചർ എടുത്ത് ഇനിയുള്ള പ്രസ് മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ അതായത് പത്രധർമ്മ പക്ഷേ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കി നിങ്ങൾ മുഖ്യധാര TV, ന്യൂസ്, പ്രിന്റ് മീഡിയ അവരെല്ലാം വിളിച്ചിട്ടുള്ള പ്രസ് മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. പിന്നെ ചെയർമാന്റെ മരണത്തെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെസ്ട്രിക്ഷൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യം എന്നെ വിളിച്ചു വരുന്നു. അവരുടെ ആളോട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവരെവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിന് ഞാൻ മറുപടി പറയാം. താങ്ക് യു. അങ്ങ് സീനിയറോയുടെ അടുത്ത സുഹൃത്ത് ബിസിനസ് പങ്കാളി മാത്രമായിരുന്നില്ല, ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അതെ. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇമോഷണലി പ്രൊട്ടക്ട് ചെയ്യാൻ താങ്കൾക്ക് പറ്റിയില്ല? തൊട്ടടുത്ത് താങ്കളുണ്ടായിരുന്നു. ഇമോഷണലായിട്ട് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? പുള്ളി ഒരാളും സപ്പോർട്ട് ചെയ്യണോ ഒരാളും കൺവിൻസ് ചെയ്യണോ പുള്ളിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഹി വിൽ സേ അത് മൈ പേഴ്സണൽ പ്രോബ്ലം, അങ്ങനെ പറയുന്നൊരു ഏത് കാര്യത്തിനായിരുന്നു. അപ്പോൾ അല്ലാതെ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു, വളരെയധികം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കൊരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ കാര്യം. അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്കതിൽ യാതൊരുവിധ കമന്റും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. സോറി. റീസൺസ് അതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 പ്രാവശ്യം വിളിച്ചിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു, 3 പ്രാവശ്യം ACP വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ അതൊന്നും റിലീവ് ചെയ്യാൻ താല്പര്യമില്ല. അത് എനിക്കും പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്, കമ്പനിക്കും പ്രശ്നമാണ്. ചില പ്രമുഖ സിനിമാ താരങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒത്തിരി ന്യൂസ് വരുന്നുണ്ട്. കേട്ടില്ല. മോഹൻലാലിനെ പോലുള്ള പ്രമുഖ താരങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? മോഹൻലാലും ഇദ്ദേഹമായിട്ട് എന്താണ് അതിന്റെ ബന്ധം? അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവര് തമ്മിലുള്ള ബന്ധം കാസനോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. അതുപോലെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ പിക്ചർ വരുമ്പോഴും സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട്. ഡോക്ടർ റോയ് CJ അത് അങ്ങനെയുള്ള ഇതെല്ലാം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല, നമ്മളെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യില്ല. ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എടുക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കൊണ്ടുവന്നാൽ അവർ പറയുന്ന പോലെ നമ്മൾ പോകണം. നോ വേ. ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഡയറക്ഷൻ ഉണ്ട്, ഞങ്ങളുടേതായ സിസ്റ്റം ഉണ്ട്, അതിലേ പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കള്ളപ്രകാരം എല്ലാവർക്കും പല രീതിയിൽ പറയാമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമാണ് അതെല്ലാം. പാവം മോഹൻലാല് ഒന്നും അറിഞ്ഞു കാണില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ, അത് ഒരു തൃപ്തികരമായ രീതിയിലാണോ പോകുന്നത്? നിങ്ങൾ കമ്പനിയുടെ ഒരു അനുഭവം. രണ്ടാമത്തെ കാര്യം, സീറോ ഡെറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ബുക്കിൽ ലയബിലിറ്റി എന്നതിനകത്ത് ലോൺ എന്നൊരു കാര്യം ഇല്ലേ? ഞങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് ലോൺ എന്ന് പറയുന്ന ഒന്നുമില്ല. ബാങ്കിൽ നിന്നും ഒരു പൈസ എടുക്കത്തില്ല, പ്രൈവറ്റ് ഫിനാൻസിൽ നിന്ന് പൈസ എടുക്കത്തില്ല, പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കില്ല. അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ ബുക്സിൽ ക്ലീൻ ട്രാൻസാക്ഷനാണ്. അതിൻ്റെ അകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് സീറോ, ആർക്ക് വേണമെങ്കിലും എന്താ പറയുക, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ വെച്ച് ചെയ്തു നോക്കാം.
അല്ല ക്ലയന്റിന്റെ നിന്ന് വാങ്ങിക്കുന്നത് വെച്ചാൽ അത് അവരൊരു അപ്പാർട്ട്മെന്റ് വിൽക്കുമ്പോൾ വാങ്ങിക്കുന്നതാണ്. അതില് വേറെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലല്ലോ. അത് അവർക്ക് അപ്പാർട്ട്മെന്റ് വേണം, അതിന് നമ്മൾ ഓരോ സ്റ്റേജ് വൈസസ് ആയിട്ട് അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതിന് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടുന്ന ഇപ്പൊ 1000 കോടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1600 കോടി രൂപയാണ് ഗ്രോസ് വാല്യൂ കാണിക്കുന്നത്. ഈ 1600 കോടി രൂപ വെച്ചിട്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യണേ. അതാണ് ബിസിനസ്. പൈസ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ല ഞങ്ങള് വിശ്വാസമുള്ള ക്ലയൻസിന് നമ്മൾ അത് വിറ്റ് എടുത്ത് അതനുസരിച്ച് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ. അപ്പോൾ ഞങ്ങൾ അത്രയധികം അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും, അഗ്രസീവായിട്ട് കളക്ട് ചെയ്യും, അഗ്രസീവായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യും. ഇതിന് 1000 കോടി 2000 കോടി ഒന്നും വേണ്ട. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പടങ്ങൾ കാണിക്കുന്ന മാത്രമേ ആൾക്കാർ. ഒരു കാലത്ത് ഞാൻ പറഞ്ഞുതരാം, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 200 കോടി രൂപയുടെ പ്രോജക്റ്റ് എടുക്കുകയായിരുന്നു. 10 ലക്ഷം രൂപ മാത്രം വെച്ചിട്ട്. അപ്പോ അത് ബിസിനസ് ട്രിക്കൽ ഒരാളെ പറ്റിച്ചിട്ടല്ലോ. അത് എഫിഷ്യൻസിയാണ്. അത് ആൾക്കാരുടെ വിശ്വാസം. നമ്മുടെ ലാൻഡ് വേണമെന്ന് വെച്ചാൽ ലാൻഡ് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരുണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്. അവർ പറയും, ജോസഫ് ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ പറയും, ഇതാണ് നിങ്ങളുടെ പരിപാടി. യു ടേക്ക് യുവർ പാർട്ട് ആൻഡ് ഐ വിൽ ടേക്ക് മൈ പാർട്ട്. ഈ ലാൻഡ് ജോയിന്റ് വെഞ്ചർ തരുന്ന ആൾക്കാർക്ക് അവരുടെ ലാഭം കൊടുക്കണം. അത് ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി നേരെ പ്ലാൻ സാങ്ഷൻ എടുക്കുക, ചെയ്യുക. അപ്പോ ഇതിനൊന്നും ലിക്വിഡിറ്റി ഒന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 100 കോടി ഉണ്ടെങ്കിൽ 1000 കോടിയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 0. അതില് 1 രൂപ കൊണ്ട് 1000 കോടിയുടെ ബിസിനസ് ചെയ്യണമെന്നാണ് ഏറ്റവും സ്ട്രോങ്. പക്ഷേ ഞങ്ങളുടെ ഫൈനാൻസ് സിറ്റുവേഷൻ, ഫൈനാൻസ് സ്ട്രക്ചർ വാസ് വെരി സ്ട്രോങ്, വെരി സ്ട്രോങ്. ഞങ്ങൾക്ക് ധാരാളം ലാൻഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മേടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇറ്റ്സ് വെരി സ്ട്രോങ് ഫിനാൻസ് സിറ്റുവേഷൻ. അതുകൊണ്ടാണല്ലോ 0 ഡെറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് RTA വഴി എടുക്കാം. യു ചെക്ക് ഇറ്റ്. ഇഫ് എനിത്തിങ് റോങ് ജസ്റ്റ് ലെറ്റ് മീ നോ. സഹോദരൻ പറഞ്ഞത് ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹാരാസ്മെന്റ് ലെവലൊക്കെ ഒന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്, ഈ സഹോദരനല്ല കൂടെയുള്ളത്. ഇവിടെ കമ്പനിയിൽ 2 ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഉണ്ട്, അതുപോലെ ഒരു ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടെയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം അന്ന് മീഡിയയിൽ ഞങ്ങൾ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട്. വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഒരു വ്യക്തിനെ കുറിച്ച് മറ്റൊരു കുറിച്ച് പറയുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറാസ് ചെയ്ത് നിൽക്കുന്ന ആളല്ല റോയ് സാറും ഞാൻ. ഞങ്ങൾ അറാസ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യും. അത് വേറെ, ദാറ്റ്സ് ഡിഫറെന്റ് ഗെയിം. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ച വൈകാരികമായിട്ട്? ആര്? സഹോദരന്റെ ഭാഗത്ത് സഹോദരൻ അദ്ദേഹം അന്ന് മലേഷ്യയിൽ നിന്ന് വന്നു. മലേഷ്യ പെട്ടിൽ എവിടെയൊക്കെയായിരുന്നു അന്ന് രാത്രി വന്നു. അപ്പൊ ഈ ചെയർമാന്റെ ഭാര്യയും പിള്ളേരും വന്നിട്ടില്ല. ചെയർമാൻ മരിച്ചു. അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താല് അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ്, മനസ്സിലായില്ലേ? പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ. പക്ഷെ അത് പിന്നെ ലാസ്റ്റ് നിർത്തി. കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മളത് ചെയ്യണത് ശരിയല്ല. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അന്നേരം ആരാധന കൾപ്പെട്ട് അവരെ പിടിക്കട്ടെ, അവരോട് കാര്യങ്ങൾ പറയട്ടെ, അത്രയേ ഉള്ളൂ നമ്മൾക്ക് നോക്കുന്നത്. സാർ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായും അല്ലെങ്കിൽ കമ്പനിക്കും സംതൃപ്തി ഉണ്ടാവും? ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ഞാൻ നോക്കിയിട്ട്. കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനി ഇൻ ദ സെൻസ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന MD എന്നത് ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആൾ. എന്നോടാണ് ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതും കാര്യങ്ങൾ ഞാൻ തന്നെയാണ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നതും ഇതെല്ലാം. അപ്പോൾ ഒരു നല്ല കോഡിയലായിട്ടാണ് അവിടുത്തെ പോലീസ് DCP മാരും അതുപോലുള്ള എല്ലാവരും ചെയ്യണം, വളരെ ആക്റ്റീവായിട്ട്. അപ്പോൾ അവർ വളരെ
സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യം. അതിനകത്ത് അവര് എന്താ പറയുക, അവര് പ്രലോഭിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. കാരണം ഇതിനൊരു ശത്രുവില്ല ഇവിടെ. ഇത് ശത്രു എന്ന് കാണണം, ജനം കാണണം ഇൻകം ടാക്സ് അറിയില്ല. അത് അവരൊരു ശത്രു അല്ലല്ലോ. അവരുടെ ഗവൺമെന്റിന്റെ ഉദ്ദേശം, നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പാക്കി അവിടെ നല്ല രീതിയിൽ ഒരു വിധത്തിൽ എനിക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നു 5 ദിവസം ഉണ്ടായിരുന്നിട്ട് ഒരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം. സർ, ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ് ആൾക്കാർക്ക്. ഇപ്പം ഫ്രം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഏത് ഫീൽഡായാലും അങ്ങനെ ഒരു പേഴ്സണലി ഇപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ എക്സിബിറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം റോയ്സറിന് ഫേസ് ചെയ്തിരുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും മനുഷ്യന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് പല രീതിയിലുണ്ടാകാം. നോട്ട് ഓൺലി ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളല്ല. ജനറ്റിക് ആയിട്ടുണ്ടാകാം, ബയോളജിക്കലായിട്ടുണ്ടാകാം, തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളുണ്ടാകാം, കെമിക്കൽസ് ചേഞ്ചസിലൊക്കെയാണ് ഈ ഇതുപോലുള്ള ഈ നിങ്ങൾ പറഞ്ഞ മാനസിക സമ്മർദ്ദം വരിക. അല്ലാതെ പിന്നെ ഒരാളും അദ്ദേഹത്തെ ത്രെട്ടൻ ചെയ്യാൻ ഇല്ല. നത്തിങ് ഡൂയിങ്. അവിടെ ഒരാളും അദ്ദേഹത്തെ ത്രെട്ടൻ ചെയ്യാനോ അതിനോ ഒരാളുമില്ല. അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു സാധ്യതയില്ല, ഒന്നുമില്ല. ഒരു കാര്യം കൂടി, ഇത് ഇപ്പോൾ ഒരു ഇമോഷണൽ ടോൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇപ്പോൾ പേഴ്സണലി സാറാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈ കമ്പനിക്ക് ലീഡറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ഫാമിലിക്ക് ദേ ഹാവ് ലോസ്റ്റ് ഫാദർ ആൻഡ് ഹസ്ബൻഡ്. അവർ ഹൗ ആർ യു ഡീലിംഗ് വിത്ത് ഇറ്റ്? തീർച്ചയായിട്ടും അതും നാച്ചുറൽ ആണല്ലോ. ഞാൻ തന്നെ പല പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ തന്നെ വളരെയധികം ദുഃഖിച്ച് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി ആയിട്ട് പോയ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തു. പ്രഷറും ഷുഗറൊക്കെ കൂടി എന്നെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ 2-3 മണിക്കൂർ അവർ ഇതെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത അതുപോലെ കോവർക്കേഴ്സ് ഇവരെല്ലാം പോകുമ്പോൾ നമ്മൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാവും. അത് നമ്മൾ അന്നേരം കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മരണം എന്താ ഫ്യൂണറൽ നടക്കുന്നവരെ ബുദ്ധിമുട്ട്. ഫ്യൂണറൽ ഹോളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള സത്യം. കാരണം അതിലേക്ക് കയറിയത് നമ്മൾ ഇമോഷണലായി പോകും. അതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. സാർ, അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്നു. ഈ ആത്മഹത്യാ കുറിപ്പിന് സമാനമായിട്ടുള്ള രീതി അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അത് എൻ്റെ അറിവിലില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള 5-6 പേപ്പർ മാത്രം ഉണ്ടായിരുന്നു. പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അത് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് എടുത്തു, ലോക്കറിൽ വെച്ചു. അത് എല്ലാം കഴിഞ്ഞ് ലോക്കറിൽ വെച്ചു. പാരൻസ് വന്ന് അത് ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അതെടുത്ത് കൊടുത്തു. ഒരക്ഷരം പോലും ഞാൻ വായിച്ചിട്ടില്ല. അത് തന്നെ SIT കൂടെ സറണ്ടർ ചെയ്തു. SIT സറണ്ടർ ചെയ്തു. ഒരക്ഷരം എൻ്റെ കയ്യിൽ ഏകദേശം 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്കൂറുണ്ട്. ഒരക്ഷരം പോലും വായിച്ചില്ല. അത് അങ്ങനത്തെ നെറുകേട് കാണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഫാമിലിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന സാധനം ഞാൻ വായിക്കേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞു കമ്പനിയുടെ ഇവിടെ യെസ്, ആദായനിധി പരിശോധനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് റുട്ടീനായിട്ട് നടക്കുന്നതാണ്. ED പരിശോധന നടന്നിട്ടില്ല. കമ്പനി സീറോ ഡെപ്റ്റ് ആണ്. ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയുടെ ചെയർമാൻ പിന്നെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞത് മാനസികമായി അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ എനിക്ക് ആൻസർ ചെയ്യാൻ അല്ല, ചോദ്യം ഇതാണ്. അതായത് കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു റീസൺ അല്ല ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണോ താങ്കൾ സമർത്ഥിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഈ ഇൻകം ടാക്സിന്റെ ഇത് റെയ്ഡാണ്. റെയ്ഡല്ല, അത് സെർച്ചാണ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ ഒഫൻസുകൾ കണ്ടെത്തിയിട്ട് അവര് ഫോളോ ചെയ്ത് വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. റിസർച്ച് എല്ലായിടത്തും നടക്കുന്നതാണ്. അതൊരു കാരണമായിരിക്കാം എന്ന് തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ചത് ആൻസർ ചെയ്യണത് ശരിയല്ല. അദ്ദേഹത്തിന് വേറെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റു ഫാമിലി പരമായിട്ടും ഒന്നും യാതൊരുവിധ പ്രശ്നമില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരു ദിവസം 6 പ്രാവശ്യം വിളിച്ചിരിക്കും. മക്കളെയും അതുപോലെ തന്നെ വിളിച്ചിരിക്കും. അങ്ങനെ വളരെ നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുണ്ട് കാണും. ഞാനൊക്കെ ഒരു ദിവസം വിളിച്ചു. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു.
ഒരു കാര്യമുണ്ട്, താങ്കൾ പറഞ്ഞു കേരള ബാംഗ്ലൂരുവിലെ തീർച്ചയായിട്ടും ഇല്ലല്ലോ, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറഞ്ഞത് ജോയിസാറെ നോക്കിയിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾക്ക് അതിനെ കുറിച്ച് കൃത്യമായി ഇങ്ങോട്ട് ഔട്ട്ഫ്ലോ ഇല്ല, ഇങ്ങോട്ട് ഇൻഫ്ലോ ചെയ്യാൻ വരാണല്ലോ അവിടെ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു 25 കോടി രൂപയോളം വരാനുണ്ട്. പക്ഷെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഫണ്ട് വരുള്ളൂ. അല്ലാതെ അവിടെ നോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നങ്ങളും. ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെ. പക്ഷെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതില് ഞാനാണ് അതിന്റെ മുഖ്യ ഫ്രണ്ടിൽ നിന്നിരുന്നത്. അത് നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ അഡ്വക്കേറ്റ്, ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു പുള്ളി 10-15 വർഷത്തേക്ക്. പുള്ളി പറഞ്ഞു ചെയർമാനെ കൊച്ചിയിലേക്ക് വരാൻ അവർ പറഞ്ഞു. ഞാനിവിടെ ജീവനുണ്ടെങ്കിൽ ജീവനായിട്ടിരിപ്പുണ്ടെങ്കിൽ ചെയർമാനെ അങ്ങോട്ട് വിടൂല. അതിന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. കാരണം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻകം ടാക്സിന്റെ നോട്ടീസുകളിലും അതിൻ്റെ രജിസ്റ്റേർഡ് ഫ്രം എല്ലാം ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെ ചെറിയ ലീഗൽ ഇഷ്യൂ, അതൊന്നും കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ഈ ഇൻകം ടാക്സിന്റെ ഇതെല്ലാം കൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും വളരെ മാനസികമായിട്ട് കുറച്ച് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതൊരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുശേഷം അന്ന് രാത്രി എനിക്ക് തോന്നി ഇത് കറക്റ്റ് കാര്യമല്ലേ ചെയ്തത്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടും, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടും നമ്മളൊരു ബിസിനസ് കമ്പനികൾ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അത് നമ്മൾക്ക് ഒരിക്കലും ശാശ്വതമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് മിഷണറീസ് ആവും. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരുവിധ കാര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബലമായിട്ട് പറഞ്ഞ് അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇവരായിട്ടൊന്നും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യത്തിൽ നമ്മൾക്ക് എന്താ പ്രശ്നം, ഒന്ന് കൊച്ചി വരെ പോകണമെന്നുള്ളതല്ലോ, എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. അത് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത. പിറ്റേ ദിവസം 17-ാം തീയതി ഈ കാലത്ത് അത് വിഡ്രോ ചെയ്ത് ഫയൽ ചെയ്ത് വൈകുന്നേരം വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ്സ് കൊടുത്ത് 18-ാം തീയതി വിഡ്രോ ചെയ്തു. അതാണ് സത്യം. പറയാവുന്ന കാര്യമില്ല. കാരണം അത് അവരുടെ തോണി ചെയ്തു. എവിടെ നിന്നുള്ള ടീമിന് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുമായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ഇന്റിമേഷൻ കിട്ടിയത് കൊണ്ടാണോ ഇവിടെ നിന്ന് ടീം വേറെ പോയത്? അങ്ങനെയൊന്നുമില്ല. അത് അവരുടെ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും. അവര് ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു GST റെയ്ഡ് ഉണ്ടായ, GST സെർച്ച് ഉണ്ടായപ്പോൾ ചെന്നൈയിൽ നിന്ന് ആൾക്കാർ, സാധാരണ ചെന്നൈ, ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇതിപ്പോ ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂർ ബേസ് ഉള്ളതുകൊണ്ട്, ഓഫീസ് ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ല. ഇവര് വരുന്ന മംഗലാപുരം, ചെന്നൈ അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ച് മലയാളികളായ ഇൻസ്പെക്ടേഴ്സ്, മെയിനായിട്ടുള്ള ആൾക്കാരല്ല, അങ്ങനെയുള്ള ആൾക്കാർ. അതിൽ നമ്മൾക്കൊന്നും ഒരു അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ നമ്മളിവിടെ പോയില്ലല്ലോ. ഇനി എത്ര പ്രോജക്ട്സ് കേരളത്തിലും ഞങ്ങളുടെ ഇപ്പോൾ ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ 26 പ്രോജക്റ്റുകൾ ഓൺ ഗോയിങ് ഉണ്ട്. 65 പ്രോജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോജക്റ്റ് ചെറിയ പ്രോജക്റ്റുകളല്ല, 100-150 യൂണിറ്റുകളുള്ളതായിരിക്കും. നമ്മൾ 75 സെന്റിൽ കവിഞ്ഞ ഒരു കാര്യത്തിൽ ഇത് ചെയ്യില്ല, അതിന് മേലെ ചെയ്യുള്ളൂ. ദാറ്റ്സ് വൈ ദി നമ്പേഴ്സ് ഇസ് മോർ. അതിന്റെ എമൗണ്ട് എത്ര? അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ അത് അത്രയധികം വിൽക്കാനുണ്ടല്ലോ. കളക്റ്റബിൾ ഉണ്ട്, കളക്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ട്, വിൽക്കാനുണ്ട്. അതൊന്നും ഇതിന്റെ ഒരു മാറ്ററേ അല്ല. വിദേശത്തെ പദ്ധതികളുണ്ടല്ലോ, എല്ലാ പ്രശ്നമില്ല. UAE ചെയ്യണം, UAE-ക്കാർ തന്നെ ചെയ്യണം. അവിടെയുള്ള കമ്പനികൾ തന്നെ, അവിടുത്തെ കമ്പനികൾ ചെയ്യണം. നമ്മളുമായിട്ടൊന്നും യാതൊരുവിധ ഇതുമില്ല. അവിടെ കമ്പനി വേറേതായിട്ടാണ് ചെയ്യണം. എവിടെ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ബോറോസ് ഉണ്ടെന്നോ എനിക്കറിയില്ല അതിനെ കുറിച്ച്. ആസ് ഓഫ് നൗ നോ 000. ഇല്ല, ഒന്നും നടക്കുന്നില്ല. ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തിനാ നമ്മൾ ആവശ്യപ്പെടുന്നത്? അത് അവരന്വേഷിച്ച് അവർ കേപ്പബിളായ ഓഫീസേഴ്സ്, കേപ്പബിളായ സിസ്റ്റമാണ് ചെയ്യുന്നത്. അവരുടെ കർണാടക ഗവൺമെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ഇവിടുന്ന്
ലെറ്ററുകളൊക്കെ അയച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ അയച്ചിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എനിക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. പൊളിറ്റിക്കലായിട്ട് പല പല കാര്യങ്ങളുണ്ടാവും. നമ്മൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒരു വിധത്തിൽ അലയൻസും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇതാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും അതുമായിട്ടില്ല. CJ റോയിക്ക് എന്ന് പറഞ്ഞ് കേട്ടില്ല. ഒരു സ്ലോവാക്യയിൽ ഒരു ട്രേഡ് കമ്മീഷൻ പദവി, അദ്ദേഹത്തിന് ബിസിനസ് ഇല്ലാത്തൊരു നാട്ടിൽ അദ്ദേഹം ട്രേഡ് കമ്മീഷൻ പദവി ഉണ്ടായിരുന്നു. പുള്ളി ഹോണറി കൗൺസിൽ ജനറലാണ്. കേരളത്തിൻ്റെയും കർണാടകയുടെയും. അതിൽ എനിക്കൊരു വിധത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒന്നും ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ലെന്നുള്ള സത്യം. പക്ഷേ ഗവൺമെൻറ് ഓഫ് സ്ലോവാക്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഒരു റിക്വയർമെൻ്റ് ആണ് ഇതുപോലുള്ള ഒരു എംബസി മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ ഡിപ്ലോമാറ്റ്സിനെ അവർ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ പ്രസിഡന്റ് കൂടി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ നമ്മൾക്ക് അദ്ദേഹം ഇവിടുന്ന് സ്ലോവാക്യയിൽ പലപ്പോഴും സ്വന്തം പൈസ കൊടുത്ത് ഹോട്ടലിൽ താമസിക്കും, സ്വന്തം കാലെടുത്ത് വാടകയെടുത്ത് പോകും. അങ്ങനെയൊക്കെയാണ് അവിടെ ചെന്നിട്ട്. അദ്ദേഹത്തിന് ഇതിൻ്റെ അന്ന് ഒരു കാര്യമില്ല. പക്ഷെ ഒരു പുള്ളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യുന്നു മാത്രം. അതായത് ഫിനാൻഷ്യലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിരുന്നില്ല. ഇത് പലരും പറയുന്നുണ്ട് അവിടെ നിന്ന് അവർ വഴി കുറേ കോൺട്രാക്റ്റും ഓർഡേഴ്സും ഒക്കെ കിട്ടിയിരുന്നു. സീറോ. ഒരാൾക്കും അതിൻ്റെ ഒരു കാര്യം പോലും നമ്മളെ ധരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. കാരണം ഒരു വിധത്തിലും ഒരു ഗവൺമെൻറ് ഏജൻസിയായിട്ട് പലരും പറയുന്നത് കേട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അവരോട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമ്മൾക്ക് എന്തെങ്കിലും IT കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് എവിടെ കോടതി പോയാലും എവിടെ സ്റ്റേ ചെയ്താലും നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് അത് ആൻസറബിളാണ്. IT കാര്യങ്ങൾ അവർ സെർച്ച് നടത്തി അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾക്കുണ്ടാകുന്ന തെറ്റുകളായിരിക്കും. അതിൽ മനഃപൂർവ്വമൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ രീതിയിൽ പോകും. നമ്മൾ അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കാൻ പറഞ്ഞു. പ്രഷറോ ഇൻഫ്ലുവൻസോ അതിൻ്റെ അകത്ത് IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇതുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ലത് SIT തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് അതല്ല, റോയ് സാറിന് എന്ത് തോന്നി, എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതും എന്നോട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഒരു ഓവറോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ SIT തീരുമാനിക്കും. അതിനാണല്ലോ അവർ ഈ IT ഡിപ്പാർട്ട്മെന്റുകാരെ വിളിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം വിളിപ്പിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വിസിബിളി പുറത്ത് അതിലിപ്പോ എനിക്ക് അതിനെ കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞത്. അതെല്ലാം കമ്പനിയുടെ എൻ്റെ പെർസ്പെക്റ്റീവില് ഇതാണ് എന്നുള്ളത്. അത് അവരൊന്നും അത്ര മോശമായിട്ടൊന്നും ഇടും. റീസണബിൾ ആയിട്ടായിരുന്നു അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ ആദായ നികുതി വകുപ്പാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്നത് അവർക്കെതിരെയാണ്. പക്ഷെ താങ്കൾ അവരെ പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന നിലപാടാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇല്ല, അന്ന് അദ്ദേഹം വന്നു, രാത്രി വെളുപ്പിന് 6-7 മണിയായപ്പോൾ വന്നു. 7-8 മണിയായപ്പോൾ ബുക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു ചാനലുകാർ, അത് രാത്രി മുഴുവനും ചാനലുകാരുണ്ടായിരുന്നു. അവർ ചോദിച്ചപ്പോൾ പ്രീമ പൈസ പുള്ളി പറഞ്ഞു ഇതാണ് ഇന്ന ആൾക്കാരാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അതിന്റെ ഡെപ്ത് അറിയില്ലല്ലോ.